ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിതാ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെഷീനൊന്നും ഇല്ലാതെ തന്നെ സൂചി നൂലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു സാറ്റൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലോത്തിന് ആദ്യം ഒന്ന് അയൺ ചെയ്യണം കേട്ടോ. അയൺ ചെയ്ത് എടുത്തിട്ടുള്ള ക്ലോത്താണ്. ഇതിൽ 8 ഇഞ്ച് നീളവും 5.5 ഇഞ്ച് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു പീസും കൂടി വേണം കേട്ടോ. അത് ഒരു 3 ഇഞ്ച് നീളവും അതേപോലെ 1.5 ഇഞ്ച് വീതിയുള്ള ചെറിയൊരു പീസും കൂടി വേണേ, അതും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിത് മെഷീനിലല്ലല്ലോ ചെയ്യുന്നത്. അപ്പം സ്റ്റിച്ചിങ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ചില ക്ലോത്തിലൊക്കെ നൂല് വലിഞ്ഞു പോകില്ല. സാറ്റൻ ക്ലോത്തിൽ അങ്ങനെ നൂല് വലിയില്ല. എന്നാലും സാറ്റൻ ക്ലോത്ത് എല്ലാം എടുക്കുന്നെങ്കിൽ ചില നൂല് വലിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് വലിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നൂലൊന്നും വലിയാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതാ ആ ക്ലോത്തിനൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ മിഡിലിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പം നമ്മൾ മടക്കിയില്ലേ, അതിൻ്റെ മുകളിലേക്കായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്യുന്നതിൽ കൂടെ കാണിക്കില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇനി ഇതാ ഈ ഒരു പീസിൻ്റെ ഇവിടുന്ന് മിഡിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അതും നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. ഇതേപോലെയാണ് വേണ്ടത്. ഇനി ഈ പീസിനൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഒരു ചെറിയൊരു പീസ് ചെയ്തില്ലേ, കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ പീസിനെ എന്താ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ആ പീസിനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല വശം ഉള്ളിൽ വെച്ചിട്ട് ചീത്ത വശം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക, നൂല് കെട്ടിട്ടിട്ട് ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. ഇനി ആ തുന്നിയതിൻ്റെ നല്ല വശം മറിച്ചെടുക്കുക കേട്ടോ. മറിച്ചെടുക്കാനൊക്കെ അറിയാലോ, ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒന്ന് മറിച്ചെടുക്കുക. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഞാനിതാ അത് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചെയ്തതിനും നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിതാ അതും അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത ആ പീസ് ഉണ്ടല്ലോ, നമ്മൾ മടക്കി വെച്ചില്ലേ, ആ പീസിന് സൂചി നൂലും വെച്ചിട്ട് ഇതിൻ്റെ രണ്ടറ്റത്തും വേണമെങ്കിൽ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഇളകിപ്പോകുന്നൊക്കെ തോന്നുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിപ്പോകുന്ന തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ മിഡിലിൽ ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. അതിൻ്റെ മിഡിൽ തുന്നുമ്പോൾ തന്നെ നമുക്ക് ഇളകാണ്ട് കിട്ടിക്കോളൂ കേട്ടോ. ഒരുപാട് തുന്നലൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തുന്നി കൊടുക്കുക അതിൻ്റെ മിഡിൽ. അപ്പോൾ തന്നെ നമുക്കത് ഇളകാതെ കിട്ടിക്കോളൂ. അപ്പോൾ ഞാനിതാ അതിൻ്റെ മിഡിലൊന്ന് തുന്നിയിട്ടുണ്ട്. ഇനി സൂചി നൂല് ഇതിന്ന് കട്ട് ചെയ്യാതെ തന്നെ നമുക്കിതിനൊരു ബോ പോലെ ആക്കിയെടുക്കാം. ബോ ആക്കിയെടുക്കുന്നത് എല്ലാവർക്കും അറിയാലോ, ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് ഇടാനാണെങ്കിൽ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ മിഡിൽ പിടിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തുനിന്നും 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം ഓൾറെഡി സൂചി ഉണ്ടായിരുന്നല്ലോ, സൂചി നൂല്, ആ സൂചി നൂലും വെച്ചിട്ടൊന്ന് കെട്ടിട്ടിട്ട് കൊടുക്കുക. നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ലതുപോലെ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ആ നൂലും അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നേരത്തെ ഒരു പീസ് തുന്നി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു പീസ്, ആ പീസിന് ഈ ബോൻ്റെ മിഡിലായിട്ട് നമ്മൾ സ്റ്റിച്ചൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിഡിലായിട്ട് അത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ബാക്ക് വശം ഉണ്ടാവുമല്ലോ, അതിന് ആ ബാക്ക് വശത്തേക്കാക്കിയിട്ട് തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ തുന്നാൻ എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അറിയാത്തവരാണെങ്കിൽ അതാ ഒരു ഭാഗം നല്ലത് ടൈറ്റാക്കി പിടിച്ചിട്ട് മറ്റേ ഭാഗത്ത് വരുന്നത് ഒന്ന് മടക്കിയിട്ട് തുന്നി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ അത് തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ തന്നെ. ഇനിതാ നമുക്ക് ക്ലിപ്സ് വെച്ചിട്ട് അതിലൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മെഷീൻ ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ കേട്ടോ. മെഷീൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നൂല് വലിഞ്ഞു പോകുന്നൊക്കെ അല്ലേ വിചാരിക്കുക, മെഷീൻ മേലല്ലാതെ ചെയ്താൽ. അപ്പോൾ നൂല് വലിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിതാ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല കേട്ടോ. അടിപൊളി ബോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് പേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ബോനെ അടിപൊളി ലുക്കാക്കി എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ പേഴ്സ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഷോ ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ അത് മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വീട്ടിലിരുന്നിട്ട് വരുമാന മാർഗം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അധികം ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ.
എന്താ പറയുക, ഏതൊരു ബിസിനസ് നമ്മൾ തുടങ്ങുകയാണെങ്കിലും കുറച്ച് ക്യാഷ് എന്തായാലും ആദ്യം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. ഇതിന് അത്ര ക്യാഷ് ഒന്നും വേണ്ടി വരില്ല കേട്ടോ. നമുക്കൊരു ക്ലോത്തിൻ്റെ ആവശ്യമല്ലേ വരുന്നുള്ളൂ. പിന്നെ മെഷീൻ ഇല്ല എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുകയും വേണ്ടല്ലോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. മെഷീനിൽ ചെയ്ത അതേപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിതാ പേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സൂചി നൂലും വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലൊന്ന് ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ബ്ലാക്കിൽ പേഴ്സൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളി ലുക്കായില്ലേ. ഇതേപോലെ കുറച്ച് പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രിൻറ്റഡ് ക്ലോത്തിലും അതേപോലെ കോട്ടൺ ക്ലോത്തിലൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ റെഡ് ചെയ്ത കണ്ടില്ലേ, മിഡിലിൽ പേഴ്സ് വെച്ച് കൊടുത്തതാണ്. എന്താ പറയുക, ആ ഒരു പീസ് വെക്കാതെ ക്ലോത്ത് തന്നെ വെച്ചിട്ട് ആണല്ലോ ബ്ലാക്ക് ചെയ്തത്, അത് വെക്കാതെ അതിന് പകരമായിട്ട് ഇതേപോലെയുള്ള പേഴ്സ് വെച്ച് കൊടുത്തു കേട്ടോ. അതേപോലെ നമ്മൾ മിഡിലെടുക്കുന്ന ആ ഒരു ചെറിയൊരു പീസ് എടുക്കുന്നുണ്ടല്ലോ, ആ പീസിൻ്റെ വീതി കുറയ്ക്കണമെങ്കിൽ വീതി കുറച്ചിട്ട് എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ ഓരോ ബോ ചെയ്യുമ്പോഴും നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും കേട്ടോ. പിന്നെ ഈ മിഡിലിന് ആ പീസിന് പകരം പേഴ്സ് ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഷോ ബട്ടൺ ഉണ്ടെങ്കിൽ അങ്ങനെ ഷോ ബട്ടൺ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലൊന്ന് ഞാൻ ഷോ ബട്ടൺ വെച്ചിട്ടുള്ള കേട്ടോ ചെയ്തത്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ എടുത്ത സൈസിനെക്കാട്ടിയും വലുത് വേണമെങ്കിൽ നമ്മളൊന്ന് ആദ്യം ഒരു ബോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ. അപ്പോൾ അതിനെക്കാട്ടിയും കൂട്ടിയിട്ട് എടുക്കുക. വലിയ ബോ വേണമെങ്കിൽ അതിനെക്കാട്ടിയും കൂട്ടിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ചെറുത് വേണമെങ്കിൽ അതിനെക്കാട്ടി കുറച്ചെടുക്കുക. ചെറുത് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ ഈ പ്രിൻറ്റഡ് ക്ലോത്തിലൊക്കെ വരാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പ്രിൻറ്റഡിലൊക്കെ വരുമ്പോൾ പിന്നെ കോട്ടൺ ക്ലോത്തിലൊക്കെ ആയാലും നല്ല ഇതെല്ലാ ക്ലോത്തിലും ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ സാറ്റൻ്റെ പ്ലെയിൻ ആകുമ്പോൾ അതിലിങ്ങനെ പേഴ്സൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഏത് ക്ലോത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. മെഷീൻ വേണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ട് എന്താ പറയുക, വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ നല്ലൊരു വരുമാനം മാസത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ സെയിൽ ചെയ്യാനാണെങ്കിൽ ഇപ്പം പല ഓപ്ഷൻസും ഇല്ലേ. ആദ്യം നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടാനായിട്ട് എന്താ പറയുക, വീട്ടിലുള്ളവർക്കും അതേപോലെ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയുക, അറിയുന്ന ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക. അങ്ങനെ പല ഓപ്ഷൻസും നമുക്കുണ്ടല്ലോ ഇപ്പോൾ. പിന്നെ ആണെങ്കിൽ ചെറിയൊരു ക്യാഷ് മുടക്കിയാൽ മതി കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് എൻ്റെ മുടിയിലൊന്ന് വെച്ചിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എത്രമാത്രം അടിപൊളിയാണെന്ന്. മെഷീനിൽ ചെയ്ത അതേപോലെ തന്നെ കേട്ടോ, നൂല് വലിഞ്ഞു പോകുക അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും എന്താ പറയുക പറയാനുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക കേട്ടോ. ഇനി ഇതേപോലുള്ള വെറൈറ്റി ഐഡിയാസ് വഴി ഇനിയും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.